ഹായ് എവരി വൺ, നമ്മോടൊപ്പം ഉള്ളത് ലേൺ ഗെറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സമ്മർ റോബോട്ടിക് ക്യാമ്പിലെ റിസോഴ്സ് പേഴ്സൺ മഹാദേവ് രതീഷാണ്. മഹാദേവ് രതീഷ് ഒരു കമ്പനിയുടെ CEO ആണ്, അതോടൊപ്പം റോബോട്ട് എക്സ്പേർട്ടും കൂടിയാണ്. എങ്ങനെയാണ് ലേൺ ഗേറ്റിലെ സമ്മർ ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസ്? ഇവിടെ ഒരു 1 month ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഡിഫറെൻറ്റ് നാഷണാലിറ്റിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ നാഷണാലിറ്റി. എനിക്കൊന്ന് 6ഓളം കൺട്രീസിലെ കുട്ടികൾ ഇവിടെ ഉണ്ട്. ആൻഡ് എവറി സ്റ്റുഡൻറ്റ് ഗീവ്സ് ഔട്ട് എ ഡിഫറെൻറ്റ് വൈബ്. ലൈക്ക് അവർ എങ്ങനെയാണോ അവർ പഠിക്കുന്ന രീതിയും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ ഇവിടെ മെയിൻലി ഒരു സ്കിൽ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു നല്ല രീതിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു താല്പര്യം എല്ലാ കുട്ടികളിലും ഉണ്ട്. സോ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ എടുക്കാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റോബോട്ടിക്സ് എന്ന് പറയുമ്പോൾ റോബോട്ടിക്സിൽ 2 സൈഡായിരിക്കും ഉണ്ടാകുക, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും കുട്ടികളെ സംബന്ധിച്ചിട്ട്. ലൈക്ക് ഇഫ് ദേ ഇതൊരു ഫസ്റ്റ് എക്സ്പോഷർ ആണെങ്കിൽ തന്നെ. പക്ഷേ ഇപ്പോൾ കുട്ടികൾ എന്താണ്, ഇവിടുത്തെ കുട്ടികൾ നല്ല രീതിയിൽ അതിനകത്ത് അഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലധികം പ്രോജക്റ്റുകൾ ഓൾറെഡി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് അവർ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് പോകുന്നുമുണ്ട്. സോ സ്കിൽ ബേസ്ഡ് ഡെവലപ്മെൻറ്റിലൂടെ കിട്ടുന്ന ഒരു ഇതിലൂടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ അവരെന്ത് ചെയ്യും, അടുത്ത ലെവലിലോട്ട് ഇതിനെന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പാഷനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും.